പച്ചവെള്ളത്തിലേക്ക് സ്വാഗതം. LDCയുടെ പ്രിപ്പറേഷൻ എവിടം വരെയായി എല്ലാവരുടെയും? LDCയുടെ പ്രിപ്പറേഷന് കൂടുതൽ ഊർജ്ജം പകരുവാനായിട്ട് പച്ചവെള്ളവും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയാണ്. ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട 5 മാർക്കിൻ്റെ വില ഒരു LDC ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാവുന്നതാണ്. ആ 5 മാർക്കിൽ 1 മാർക്ക് പോലും ചോർന്നു പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ 5 മാർക്കും നേടി ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പച്ചവെള്ളം കുറച്ച് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. എക്കണോമിക്സിൽ 5 മാർക്കാണ് നമ്മുടെ LDCയിൽ ഉള്ളത്. നിങ്ങൾക്കറിയാം, കേവലം ഒരു 1/3 മാർക്ക് അല്ലെങ്കിൽ 1/4 മാർക്കിൽ തന്നെ 200 കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് റാങ്കുകളുടെ വ്യത്യാസം കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനു മുമ്പ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിലും നെഗറ്റീവ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ചെറിയൊരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബാക്കിലേക്ക് പോവുകയും ജോലി സാധ്യത നഷ്ടപ്പെടുകയൊക്കെ ചെയ്തവരുണ്ടാകാം ഈ കൂട്ടത്തിൽ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക്സിലെ മുഴുവൻ മാർക്ക് നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് പച്ചവെള്ളത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾ നോക്കൂ, സിലബസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. നോക്കൂ, കേവലം ഒരു 20 സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് പറഞ്ഞു തീർക്കാൻ സാധിക്കുമെങ്കിലും വളരെ ആഴത്തിലാണ് ഈ എക്കണോമിക്സിൻ്റെ സിലബസ് PSC തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് മുതൽ നമുക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടം മുതൽ നമ്മൾ ഇന്ന് 2023 വരെയുള്ള വ്യത്യസ്ത ഈ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റുകൾ അടക്കമുള്ളതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഈ എക്കണോമിക്സിൻ്റെ സിലബസ് വളരെ വൈഡാണ്. എന്നിരുന്നാലും വളരെ ചുരുങ്ങിയ പോയിന്റുകൾക്കുള്ളിൽ അത് PSC ഒരു സിലബസ് തയ്യാറാക്കിയിരിക്കുകയാണ്. പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച്, പ്ലാനിംഗ് കമ്മീഷനെക്കുറിച്ച്, നീതി ആയോഗിനെക്കുറിച്ച്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ, അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, നിരവധി ചോദ്യങ്ങൾ PSC ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ PSCയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് കാണാനും സാധിക്കും. അതിൽ തന്നെ ആ ചോദ്യങ്ങളിൽ തന്നെയോ ഏറ്റവും കൂടുതൽ PSC ഫോക്കസ് ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. RBIയുടെ രൂപീകരിച്ചതെന്ന്, RBIയുടെ ആസ്ഥാനം എവിടെ, തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറിയ ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ നൽകാൻ പോകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവും അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫെഡറൽ റിസർവ് അമേരിക്കൻ സെൻട്രൽ ബാങ്കാണ്. അതുപോലെ നമ്മുടെ സെൻട്രൽ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോവാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് രൂപീകരിച്ചതെന്നാണ് 1926 റീഡിംഗ് പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? റീഡിംഗ് പ്രഭു. എന്താണ് റീഡിംഗ് പ്രഭു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീഡിംഗ് പ്രഭു. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. 1926 റീഡിംഗ് പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹിൽട്ടൺ യങ് കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. എന്നാൽ ഏത് കമ്മീഷനാണ് നിയോഗിക്കപ്പെട്ടത്? ഹിൽട്ടൺ യങ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? റീഡിംഗ് പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം 1926 ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി അല്ലേ? നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിനോടടുക്കുമ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയോഗിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1934 RBI ആക്ട് പാസ്സാക്കി. എന്നാണ് RBIയുടെ ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 1934. ചോദ്യമാണ്, PSCയുടെ ചോദ്യമാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരികയാണ്. ഇതിനുള്ള ആശയം എവിടെ നിന്നാണ് ലഭിച്ചത്? നമ്മുടെ BR അംബേദ്കറിൻ്റെ ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ എന്ന ബുക്കിൽ നിന്നുമാണ് ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ BR അംബേദ്കറിൻ്റെ ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. എന്നാണ് ആക്ട് പാസ്സാക്കിയത്? 2 വർഷങ്ങളാണ്. മറന്നു പോകരുത്, കൺഫ്യൂഷൻ ആക്കരുത്. 1934 ആക്ട് പാസ്സാക്കുന്നു. പിന്നെയോ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ
രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ മൂലധനം 5 കോടി രൂപയായിരുന്നു. എത്ര കോടി രൂപയായിരുന്നു? 5 കോടി രൂപയായിരുന്നു. PSCയുടെ ചോദ്യമാണ്. 1949 വരെ ഈ ബാങ്കിന്റെ പേരെന്തായിരുന്നു? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നായിരുന്നു. നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കേഴ്സ് ബാങ്ക് എന്നും കസ്റ്റോഡിയൻ ഓഫ് റിസർവ് എന്നും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് 1949 വരെ എങ്ങനെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് അല്ലെ, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കർ ടു ദ ഗവൺമെന്റ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? PSC ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന് എഴുതും. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? 1935 ഏപ്രിൽ 1 പ്രവർത്തനം തുടങ്ങിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊൽക്കത്തയിലാണ് അതിന്റെ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത്. എവിടെയാണ്? കൊൽക്കത്തയിലായിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചത്. ഇനി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? നിരവധി തവണ PSC ചോദിച്ചിട്ടുണ്ടല്ലോ. LDCയിൽ തന്നെ നിരവധി തവണ ചോദിച്ചിട്ടുണ്ടല്ലോ. അതെവിടെയാണ്? മുംബൈയിലാണ്. ഇപ്പോഴത്തെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. അതെന്നാണ് ആ മുംബൈയിലേക്ക് മാറ്റിയത്? 1900. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ പ്രവർത്തനം ആരംഭം കുറിച്ചത് എവിടെയാണ്? അത് കൊൽക്കത്തയിലായിരുന്നു. എവിടെയായിരുന്നു? കൊൽക്കത്തയിൽ. എവിടെയാണ് അതിന്റെ പ്രവർത്തനം ആരംഭം കുറിച്ചത്? കൊൽക്കത്തയിൽ. 1935 ഏപ്രിൽ 1 RBIയുടെ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ. എന്നാലും ചോദ്യം ചോദിക്കട്ടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയാമല്ലോ. നിരവധി തവണ PSC ചോദിച്ചാണല്ലോ. അത് മുംബൈയിലാണ്. മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ്. എന്നാണ് അത് മാറ്റിയത്? 1937. അപ്പോൾ 1935 ആരംഭം കുറിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം 1937 എവിടേക്ക് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. ഒന്നും കൂടെ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ? മുംബൈയിൽ എവിടെ? നരിമാൻ പോയിന്റിലേക്ക് മാറ്റി. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാത്കരിക്കപ്പെട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1949 ജനുവരി 1 ദേശസാത്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ദേശസാത്കരിക്കപ്പെട്ട ബാങ്കാണ് RBI. ആദ്യത്തെ നാഷണലൈസ്ഡ് ബാങ്ക് ഏതാണെന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും നമ്മൾ? അത് RBI എന്ന് എഴുതും. എന്നാൽ ഓപ്ഷനിൽ RBI ഇല്ലെങ്കിലോ? പൊട്ടല്ലേ. ഓപ്ഷനിൽ RBI ഇല്ലെങ്കിൽ അവിടെ SBI ഉണ്ടാവും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഴയ ഇമ്പീരിയർ ബാങ്ക് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഉണ്ടാകും. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് അങ്ങോട്ട് എഴുതിക്കോളണം. RBI ഉണ്ടെങ്കിൽ RBI എഴുതുക. ഓക്കെ, ഇനിയും ചോദ്യങ്ങൾ വരികയാണ്. എന്താണ് ചോദ്യം? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ സർക്കാരിന്റെ ബാങ്ക് എന്നിങ്ങനെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, 1949 RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. ക്ലിയർ ആണോ? ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ ആരാണ്? പറഞ്ഞാട്ടെ. കറണ്ട് അഫയർ ആണല്ലോ. പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് മൃഗം? കടുവയാണ്. അതെന്താണ്? കടുവയാണ്. എന്നാൽ അതിൽ കാണുന്ന RBIയുടെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷമോ? എണ്ണപ്പനയാണെന്ന് മറന്നു പോകരുത്. അപ്പൊ മൃഗം കടുവയും വൃക്ഷം എന്താണ്? എണ്ണപ്പനയുമാണെന്ന് മറക്കരുത്. ഇനി ഈ റിസർവ് ബാങ്കിലെ മുദ്രയിലെ കടുവ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണേ, മറക്കരുത്. കൊൽക്കത്തയിലെ ബെൽവാഡരെ കവാടത്തിലെ പ്രതിമയിൽ നിന്നാണ് ഈ കടുവയുടെ മുദ്ര എടുത്തിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു കറണ്ട് അഫയർ ചോദിക്കട്ടെ. റിസർവ് ബാങ്കിന് എത്ര ഗവർണർമാരുണ്ട്? റിസർവ് ബാങ്കിന് എത്ര ഗവർണറുണ്ട്? ഒരു ഗവർണറേ ഉള്ളൂ. ഒരു സമയം ഒരു ഗവർണറുള്ളൂ. അങ്ങനെയെങ്കിൽ എത്ര ഡെപ്യൂട്ടി ഗവർണർമാരുണ്ടാകും? 4 ഡെപ്യൂട്ടി ഗവർണർമാർ ഉണ്ടാകുമെന്ന് മറക്കരുത്. ഓർക്കണേ, എത്ര ഗവർണർ? ഒരു ഗവർണർ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? അറിയാമല്ലോ. ആരാണ്? ശക്തികാന്ത് ദാസ് ആണ് അല്ലേ. ശക്തികാന്ത് ദാസ് റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ് അല്ലേ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഗവർണർ. 2018 ജോയിൻ ചെയ്തു. ആദ്യം 3 വർഷമാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ RBI ഗവർണറുടെ കാലാവധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വീണ്ടും 2 വർഷം കൂടി നീട്ടിക്കൊടുത്തു. ഇനി റിസർവ് ബാങ്ക് ഗവർണറുടെയും ഡെപ്യൂട്ടി ഗവർണർമാരുടെയും വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. എത്രയാണ്? 62 വയസ്സ്. അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? RBIയുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു അല്ലേ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. എങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. മറക്കല്ലേ, ഓർക്കണേ. PSC ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണേ. ഇനി എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പദങ്ങൾ. വ്യത്യസ്ത തരത്തിലുള്ള
പദങ്ങളെ കുറിച്ചിട്ട് PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പ്രധാനപ്പെട്ട പദങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു വരികയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റുകളായിട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നു. നമ്മളെ എങ്ങനെ പുറത്താക്കുക എന്നുള്ളതാണ് അല്ലേ PSCയുടെ ആവശ്യം. എന്താ, നമുക്ക് 8 ലക്ഷം 10 ലക്ഷം അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ജോലി നൽകാൻ പറ്റുമോ PSC? ഇല്ല. PSC ശ്രമിക്കുന്നത് ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അപ്ലൈ ചെയ്തവരെ മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PSC ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മേഖലകളാണ് ഏതൊക്കെ? ഈ ഇതുപോലുള്ള ബാങ്ക് റേറ്റുകളും ബാങ്കിന്റെ പദങ്ങളൊക്കെ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ഒക്കെ നമുക്ക് തീർത്തു പോകണം. ഒന്നാമത്തെ പദം നോക്കിക്കേ, ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ്? റിസർവ് ബാങ്ക് ഒന്നാമത്തെ പദമാണ്. ഏത്? ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നൽകുന്ന ഇടക്കാല ധനസഹായവും അതുപോലെ ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന ബില്ലുകൾ മേൽ നൽകുന്ന പണത്തിനുമാണെന്ന് പറയുന്നത്. അതിന് നൽകുന്ന പലിശക്കാണ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ്. മറക്കരുത്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? വായ്പകൾ അനുവദിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ബില്ലുകളൊക്കെ ഉണ്ടാവും, ആ ബില്ലുകൾ മേലും വായ്പകൾ അനുവദിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്, ആ പലിശ നിരക്കിനാണെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബാങ്ക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകണമെങ്കിലോ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ അഥവാ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ബാങ്ക് റേറ്റ് ഉയർത്തിയും ഡിഫ്ലാഷൻ അഥവാ പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ എന്തുപയോഗിക്കും? അത് ബാങ്ക് റേറ്റ് കുറച്ചും എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു റേറ്റ് ആണെന്ന് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പണപ്പെരുപ്പമാണ്, ഇൻഫ്ലേഷനാണ്. എല്ലാ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒക്കെ വളരെ വിലയാണ്, വില അധികമാണ്. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പണം കുന്നുകൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബാങ്ക് റേറ്റ് ഉയർത്തുന്നു. ഈ നിരക്ക് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലെ കൈവശമെത്തുന്ന പണത്തിന്റെ അളവ് കുറയുകയും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു സ്റ്റെബിലൈസ് ചെയ്യും. നേരെ മറിച്ച് ഇനി ഡിഫ്ലാഷനാണ് സംഭവിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഡിഫ്ലാഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് ഈ നിരക്ക് താഴ്ത്തും. എന്ത് ചെയ്യും? ബാങ്ക് ഈ നിരക്ക് താഴ്ത്തും. താഴ്ത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും ഒരുപാട് പണം ഉണ്ടാവുകയും അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നു? സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ റേറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയും. എന്താണ് റിപ്പോ റേറ്റ്? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഇടക്കാല ധനസഹായത്തിന്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ ബില്ലുകളുടെ ഒക്കെ മേൽ ചുമത്തുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. എന്നാൽ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോണുകൾ അനുവദിക്കും, കടം നൽകും. ആ കടം നൽകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ റിപ്പോ റേറ്റിന്മേലാണ് പലിശ നൽകേണ്ടത്. ഓക്കെ, ഇതും ബാങ്ക് റേറ്റ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ? ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് കൂട്ടുന്നു, ഡിഫ്ലേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് കുറയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ. നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കുകളിലൊക്കെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുമെന്ന് ഇല്ലേ? ബാങ്കുകളിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, സേവിങ്സ് ഡെപ്പോസിറ്റുകൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും. അതിൻ്റെ ഒരു നിശ്ചിത തുക റിസർവ് ആയിട്ട് അതിൻ്റെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് CRR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് CRR? ബാങ്കുകൾ നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? RBIയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെയാണ് CRR എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു 100 രൂപ ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ 100 രൂപയും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ബാങ്ക് എന്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നത്? ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ ലോണുകൾ ഈ 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപയും ലോൺ കൊടുക്കാൻ സാധിക്കൂല. എന്തുകൊണ്ടാ? 100 രൂപ ഡെപ്പോസിറ്റ് എന്തുകൊണ്ടാ? ആ 100 രൂപയും ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിറ്റേ ദിവസം ആ 100 രൂപ തിരിച്ചു ചോദിച്ചിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാങ്ക് പൊളിയൂലേ? അങ്ങനെ ബാങ്ക് പൊളിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ബാങ്കുകൾക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ആ ഡെപ്പോസിറ്റിന് സുരക്ഷ ഒരുക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നിശ്ചിത റേറ്റ് ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്ത നിരക്ക് കഴിച്ചിട്ട്, ഉദാഹരണത്തിന് 100 രൂപയാണ് ഡെപ്പോസിറ്റ്, ഒരു 30% CRR എന്ന് വിചാരിക്കൂ. 100 രൂപയുടെ 30% 30 രൂപ. ഈ 30 രൂപ RBIയിൽ സൂക്ഷിച്ചിട്ട് 70 രൂപ എന്ത് ചെയ്യുന്നു? ബാങ്കുകൾ അവരുടെ ബിസിനസ് ആയിട്ടുള്ള ലോണുകൾ കൊടുക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നു. ഇതാണ് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പദമാണ് എന്ത്? റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ എന്താണ്? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്.
ഓക്കെ, എന്താണ്? റിപ്പോയുടെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. RBIയിൽ നിന്ന് കടം വാങ്ങുമ്പോൾ റിപ്പോ റേറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നിന്ന് RBI കടം വാങ്ങുമ്പോൾ എന്താണ്? റിവേഴ്സ് റിപ്പോ എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രസ്സുകളും നാണയ നിർമ്മാണശാലകളും ഒന്ന് പരിചയപ്പെട്ടാലോ? ഇന്ത്യ ഗവൺമെന്റ് മിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. ഇത് ഏറ്റവും പഴക്കം ചെന്ന പ്രസ് കൂടിയാണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റ് മിന്റ് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് മിന്റ് കൊൽക്കത്തയിലുമുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് മിന്റ് എവിടെയുണ്ട്? ഹൈദരാബാദ് ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് മിന്റ് നോയിഡ ഉത്തർപ്രദേശിലുമുണ്ട്. അപ്പൊ നോക്കിയ നാണയ നിർമ്മാണശാലകള് 4 എണ്ണമാണ്. എവിടെയൊക്കെ ഉള്ളത്? മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ. ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന ഏതാണ്? മുംബൈ ആണെന്ന് ഓർത്തിരിക്കണേ. ഏതൊക്കെയാണ്? മുംബൈ ആണ് ഏറ്റവും പഴക്കം ചെന്നത്. ഇനി കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത് അല്ലെ, അതെവിടേക്കാണ്? നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ബാങ്ക് നോട്ട് പ്രിന്റിങ്ങിന് പ്രശസ്തമായിട്ടുള്ള സ്ഥലം. ഇനി ദേവാസ് മധ്യപ്രദേശിലെ ദേവാസിലുണ്ട് ബാങ്ക് നോട്ട് പ്രസ്. ഇനി നോക്കിക്കേ, നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. RBI ഗവർണറായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CD ദേശ്മുഖ്. ആരാണ്? CD RBI ഗവർണറായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CD ദേശ്മുഖ്. എന്നാൽ ചോദ്യം ഇങ്ങനെയാണ്, RBI ഗവർണറായിട്ടുള്ള ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? ഓസ്ബോൺ സ്മിത്ത് എന്ന് ഓർത്തിരിക്കണം. നമുക്കറിയാമല്ലോ മൻമോഹൻ സിംഗിനെ അല്ലേ, UPA ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു അല്ലേ? മോദി വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? RBI ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഈ 3 പൊസിഷനുകളും ഒരേ വഹിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് എന്താണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. മറക്കരുത്. എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതുപോലെ RBIയുടെ ഗവർണറായിരുന്നു, അതുപോലെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ബാങ്കുകളുടെ ബാങ്ക്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ ഒപ്പുവെക്കുന്ന ആരാണ്? ഗവർണർ. എന്നാൽ ഈ 1 രൂപയിൽ നോട്ടിൽ ഒപ്പിടുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 1 രൂപയ്ക്ക് മുകളിലുള്ള ഇതിലൊക്കെ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ എത്ര ഭാഷകളിലാണ് നമ്മുടെ കറൻസിയിൽ അതിന്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ്. എത്ര ഭാഷകളിലാണ്? 17 ഭാഷകളിലെ ലാംഗ്വേജുകളിൽ അത് കറൻസിയുടെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഈ ഭാഷ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ ഏതാണ്? 17 ഭാഷകളിൽ ആദ്യത്തെ ഭാഷ ആസാമീസും, അവസാനത്തെ ഭാഷ ഉറുദുവും. മലയാളം എത്ര സ്ഥാനത്താ? 7ാം സ്ഥാനത്ത്. പണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഭാഷ ഏതാണ്? ആസാം ഭാഷയാണ്. അവസാനത്തതോ? ഉറുദു. നമ്മുടെ മലയാളത്തിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലോ? 7ാമത്തെ ഭാഷയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ രൂപ, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങൾ അംഗീകൃത കറൻസി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് ചോദ്യം. ഇതൊക്കെ PSC ചോദ്യങ്ങളാണ്. RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറങ്ങി തുടങ്ങിയ വർഷം എത്രയാണ്? 1966. RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറങ്ങി തുടങ്ങിയത് 1996. 1996 1996. ഇനി നോക്കൂ, RBIയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കൊച്ചിയിലുമുണ്ട് അതിന്റെ ഒരു ഓഫീസ്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരം. മറക്കുവോ?